നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗത്തിന്റെ ഓർമ്മകളുമായി കേരളത്തിലെ വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ജാതിമത ഭേദമന്യേ പരസ്പരം സ്നേഹം പങ്കുവെക്കാനാവട്ടെ എന്ന് കുറുക്കുളി മൊയ്തീൻ MLA. മെസ്സി വരും, പ്രഖ്യാപനം ഒരാഴ്ചക്കുള്ളിലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഇടതുപക്ഷ സർക്കാർ മൂന്നാം തവണയും തുടരും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം ഉറപ്പാണെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ. കുറ്റിയിൽ AUP സ്കൂളിലെ ബലിപെരുന്നാൾ ആഘോഷം വേറിട്ടതാക്കി വിദ്യാർത്ഥികൾ. ജോയിന്റ് കൗൺസിൽ തിരൂർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പരിസ്ഥിതി ദിനം ആചരിച്ചു. വിശദമായ വാർത്തകൾ. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗത്തിന്റെ ഓർമ്മകളുമായി കേരളത്തിലെ വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ദുൽഹജ്ജ് മാസത്തിലെ 10-ാം ദിവസമായ ഇന്ന് ഈദ് ഗാഹുകളും പള്ളികളിൽ പെരുന്നാൾ നമസ്കാരവും നടന്നു. രാവിലെ 7 മുതലാണ് ഈദ്ഗാഹുകൾ ആരംഭിച്ചത്. തിരൂർ MES സെൻട്രൽ സ്കൂളിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികളാണ് എത്തിച്ചേർന്നത്. റിഹാസ് പുലാമന്തോൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സത്യവിശ്വാസികളെ അല്ലാഹുവിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് തത്വതയുള്ള മനുഷ്യരായി ജീവിക്കണമേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. തിരൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഈദ്ഗാഹിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും, എല്ലാ വിശ്വാസികൾക്കും വളരെ സ്നേഹത്തോടെ അല്ലാഹുവിന്റെ റബ്ബിനെ മനസ്സിലാലോചിച്ചുകൊണ്ട് എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. തിരൂർ താഴെപ്പാലം സ്റ്റേഡിയം ഗ്രൗണ്ടിന് സമീപമുള്ള മൈതാനത്ത് തിരൂർ മസ്ജിദ് അൽ ഹിക്മ കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ്ഗാഹും നടന്നു. വെട്ട ന്യൂസ്, തിരൂർ. ജാതിമത ഭേദമന്യേ പരസ്പരം സ്നേഹം പങ്കുവെക്കാനാവട്ടെ എന്ന് കുറുക്കുളി മൊയ്തീൻ MLA. ആഘോഷത്തിന്റെ ഈ കൂടിച്ചേരൽ കൂടുതൽ സ്നേഹം പൂത്തുലയുന്ന ദിനമായി ബലിപെരുന്നാൾ ദിനം മാറട്ടെ എന്ന് MLA പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഒരു വലിയ ആഘോഷത്തിന് മുമ്പിലാണ് നമ്മൾ. വലിയ പെരുന്നാൾ. എല്ലാവർക്കും ഞാൻ വലിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഒരു സന്തോഷവും സമാധാനവും ഐക്യവും നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ഏത് വിഭാഗത്തിൻ്റെതാണെങ്കിലും കേരള സമൂഹം ഒന്നിച്ച് അത് ആഘോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. ഇവിടെ വിശ്വാസ പ്രമാണങ്ങളും ആശയാദർശങ്ങളുമൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ഐക്യത്തോടെ സ്നേഹത്തോടെ മുന്നേറുന്ന ഒരു നാട്. ഈ നാട്ടിലെ ഈ ഐക്യവും സ്നേഹവും കാത്തു സൂക്ഷിക്കുകയാണ് നമുക്ക് വേണ്ടത്. പാരമ്പര്യമായി കിട്ടിയ, പരമ്പരാഗതമായി നമ്മൾ സംരക്ഷിക്കുന്ന ഈ സ്നേഹം അത് കൂടുതൽ പൂത്തുലയാൻ ഈ ആഘോഷത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം. എല്ലാവർക്കും ഞാൻ വലിയ പെരുന്നാൾ ആശംസകൾ നേരുന്നു. അഭിവാദ്യങ്ങൾ. ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലെത്തുന്ന കാര്യത്തിൽ ആശങ്ക വേണ്ടെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. സ്പോൺസറും അർജന്റീന ടീമും കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞു. പ്രഖ്യാപനം ഒരാഴ്ചക്കുള്ളിലുണ്ടാവുമെന്നും ആശങ്ക ഒഴിവാക്കാനാണ് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കാത്തിരിപ്പിന് വിരാമമിട്ട് ഫുട്ബോൾ പ്രേമികളുടെ സ്വപ്നം പൂവണിയുകയാണ്. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലെത്തും.
ഫുട്ബോൾ മാനേജ്മെന്റുമായി സംയുക്തമായ പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കുള്ളിൽ നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കുറേ കാലമായി നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യമാണ്. രാജ്യത്തെ ഫുട്ബോൾ പ്രേമികൾ ഫുട്ബോൾ രാജാവിനെ അവരുടെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സ്പോൺസറും അർജന്റീൻ ടീമുമായി കരാർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാച്ച് ഫീ അടച്ചു എന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് തടസ്സങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല. ഇനി അർജന്റീൻ ഫുട്ബോൾ മാനേജ്മെൻറ്റ് കേരളത്തിലെത്തി ഈ ഒരു പ്രഖ്യാപനം നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അവരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്തിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കും. ഇന്ന് നമ്മുടെ രാജ്യത്ത് ആദ്യമായാണ് മെസ്സിയും അർജന്റീനൻ ടീമും ഈ ഒരു മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ടീം വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കുള്ള സുരക്ഷ ഒരുക്കുക, അത്തരം കാര്യങ്ങളാണ് സർക്കാരിൻ്റെ ബാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ സർക്കാർ ചെയ്യും. വലിയ രീതിയിലുള്ള ആശങ്ക ഫുട്ബോൾ പ്രേമികളുണ്ടായിരുന്നു. അത്തരത്തിലൊരു ആശങ്ക വേണ്ട എന്നറിയിക്കാനാണ് നമ്മൾ അത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നീട് അത് സംയുക്തമായി തന്നെ അത് അറിയിക്കും കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾ. ആദ്യമായാണ് ലയണൽ മെസ്സി കേരളത്തിലെത്തുന്നത്. സുരക്ഷയൊരുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വെട്ട ന്യൂസ്, തിരൂർ. ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവന്ന വികസനങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. 3-ാം തവണയും സർക്കാരിലേക്കുള്ള കുതിപ്പായി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ 9 വർഷമായി കേരളത്തിൽ അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ മുന്നണിയുടെ കൊണ്ടുവന്നുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി വളരെ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. കാരണം 2-ാം തവണയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിലെത്തിയിട്ടുള്ളത്. ഇടതുപക്ഷം സംബന്ധിച്ചിടത്തോളം എതിർകക്ഷി അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥി കഴിവുള്ളവരായിരിക്കണം, ജനങ്ങൾ അംഗീകരിക്കുന്ന ആളുകളായിരിക്കണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരാൻ ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ഇതിൻ്റെ റിസൾട്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. എം സ്വരാജ് എന്നുള്ള ഒരു സ്ഥാനാർത്ഥി നിലമ്പൂരിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും കഴിവും പ്രാപ്തിയുമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. നിലമ്പൂരിലെ ജനങ്ങൾ അത് അംഗീകരിച്ചു കഴിഞ്ഞു. ജോയിന്റ് കൗൺസിൽ തിരൂർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് പരിസ്ഥിതി ദിനം ആചരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം NP സലീം ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് മാലിന്യ വിമുക്തമാക്കുക എന്ന സന്ദേശം നൽകി ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം NP സലീം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൗൺസിൽ അംഗം സുജിത് കുമാർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് വൃക്ഷത്തൈകൾ നട്ടു. വെട്ട ന്യൂസ്, തിരൂർ. ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ബലിപെരുന്നാൾ ആഗതമായി. കുറ്റിയിൽ AUP സ്കൂളിലെ ബലിപെരുന്നാൾ ആഘോഷം വേറിട്ടതാക്കി വിദ്യാർത്ഥികൾ. സ്കൂളിലെ മൊഞ്ചത്തിമാർ ഒപ്പനപ്പാട്ടിന്റെ താളത്തിനൊത്ത് ചുവട് വെച്ചു. മണവാട്ടിയും തോഴിമാരും പെരുന്നാൾ ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. തുടർന്ന് കുട്ടികൾക്ക് മൈലാഞ്ചിയിടൽ മത്സരവും നടന്നു. HM ലിഷ ടീച്ചറും PTA MT അംഗങ്ങളും പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വെട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.